അർജന്റീനക്ക് ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിൽ 2 മത്സരങ്ങൾ വരുന്നുണ്ട്. ഒന്ന് നമുക്കറിയാലോ, ചിരവൈരികളായ ബ്രസീലുമായിട്ട് തന്നെയാണ്. സൂപ്പർ താരം നെയ്മർ ജൂനിയർ തിരിച്ചു വരുന്ന മത്സരങ്ങൾ ആണ് ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീലിന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ. പക്ഷെ അർജന്റീനക്ക് 2 മത്സരങ്ങൾ വരുന്നത്, ഒന്ന് ഉറുഗ്വേയുമായിട്ടും രണ്ടാമത്തെ ബ്രസീലുമായിട്ടും. മാർച്ച് 22-നാണ് ആദ്യത്തെ മത്സരം ഉറുഗ്വേയുമായിട്ടുള്ളത്. അതിന് ശേഷമാണ് ബ്രസീലുമായിട്ടുള്ള മത്സരം. ലയണൽ മെസ്സി തന്നെയാണ് വീണ്ടും സൂപ്പർ സ്റ്റാർ. അദ്ദേഹത്തിന്റെ കരിയറിന്റെ അവസാന ഘട്ടത്തിലൂടെ, അല്ലെങ്കിൽ 2026 വേൾഡ് കപ്പിലേക്കുള്ള തയ്യാറെടുപ്പിന്റെ അവസാന ഘട്ടത്തിലൂടെ അർജന്റീന ടീമും ലയണൽ മെസ്സിയും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ബ്രസീലിനോട്ടുള്ള മത്സരം അവർക്കൊരു നല്ലൊരു പ്രതീക്ഷയാണ്, നല്ലൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം പുതുമുഖ താരങ്ങൾ, അല്ലെങ്കിൽ റാഫീന, വിനീഷ്യസ് പോലുള്ള, നെയ്മർ പോലുള്ള ഒരുപാട് താരങ്ങൾ, സൂപ്പർ താരങ്ങൾ ബ്രസീലിൽ അണിനിരക്കുന്നുണ്ട് ആ ഒരു മത്സരത്തിൽ. മറുഭാഗത്ത് അർജന്റീനയും മോശമല്ല. നല്ല 2 മത്സരങ്ങൾ. ആ ഒരു മത്സരമായിരിക്കാം ആളുകൾ, അർജന്റീന ഫാൻസ് ഉൾപ്പെടെ, ലയണൽ മെസ്സി ഫാൻസ് ഉൾപ്പെടെ വെയിറ്റ് ചെയ്യുന്ന മത്സരം. ലയണൽ മെസ്സിയും നെയ്മർ ജൂനിയറും കൊമ്പ് കോർക്കുന്ന ഒരു മത്സരം കൂടി നമ്മൾക്ക് മുന്നിൽ കാത്തിരിക്കുകയാണ്. ഏതാനും ഉറുഗ്വേയുമായിട്ടും ബ്രസീലുമായിട്ടും മാർച്ച് 22-നും 26-നും ലയണൽ മെസ്സിയും കൂട്ടരും അവരുടെ ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിൽ 2 മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. കാത്തിരിക്കാം നമുക്ക് ലയണൽ മെസ്സിയുടെ നീലക്കുപ്പായത്തില്. അദ്ദേഹമാണല്ലോ എന്നും അർജന്റീനയിൽ ഫേവറേറ്റില്. അദ്ദേഹം വിരമിക്കുന്നത് വരെ അദ്ദേഹം തന്നെയാണ് അർജന്റീനയുടെ ഫേവറേറ്റ്സ്. അതിൽ മാറ്റമില്ല, അതിൽ മാറ്റം ഉണ്ടാകുകയുമില്ല. ഏതാനും കാത്തിരിക്കാം ലയണൽ മെസ്സിയുടെ ആ ഒരു നീലക്കുപ്പായത്തിലെ അടുത്ത അംഗത്തിന് വേണ്ടിയിട്ടില്ലേ.